ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ജോബ് ന്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് ഒഴിവുകളൊക്കെ ഉള്ള ഒരു ക്ലർക്ക് ജോബിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ബാങ്കുകളിൽ 6122 ക്ലർക്ക് ഒഴിവുകളാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും ഒഴിവുകൾ, ഇതെവിടെയാണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ 11 ബാങ്കുകളിലായിട്ടാണ് ഒഴിവുകൾ കാണുന്നത്. 6122 ഒഴിവുകളാണുള്ളത്. ഇതിൽ 106 ഒഴിവുകൾ ആണ് കേരളത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിലുള്ള കാര്യമാണ് നമ്മൾ ഈ 6128 പറയുന്നത്. എങ്കിൽ കൂടിയിട്ടും നമുക്ക് കേരളത്തിലുണ്ട് അത്യാവശ്യം 106 ഒഴിവുകൾ എന്ന് പറയുന്നത് ചില്ലറ ഒഴിവുകളൊന്നുമല്ല. നമുക്ക് ഒന്ന് കഠിനമായിട്ട് പരിശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണത് കാര്യങ്ങളൊക്കെ നോക്കാം. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം, അതായത് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിന് യോഗ്യതയായിട്ടുള്ളത്. ഓക്കെ, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപേക്ഷിക്കേണ്ടതിൻ്റെ അവസാന തീയതിയായിട്ട് പറയുന്നത് ജൂലൈ 21 അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെന്താണ് കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണത് അറിയാൻ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ IBPSൻ്റെ നേരെ വെബ്സൈറ്റിലോട്ടാണ് പോവുക. അങ്ങനെ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കിങ്ങനെ ഒന്നാമത്തേതായിട്ട് അപ്ലൈ ഓൺലൈൻ ഫോർ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് അണ്ടർ CRP ക്ലർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഇതും കാണാം. അതിന് താഴെയായിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഫോർ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ CRP, അതായത് ആ ക്ലർക്കിൻ്റെ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് താഴെയുള്ളത്. അതിന് അപ്ലൈ ചെയ്യേണ്ടതാണ് മുകളിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിലോട്ടാണ് പോവുക. അപ്പോൾ ഈ രണ്ടാമത്തതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അത് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആണോ അല്ലേ എന്നറിയാം. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. 106 നമ്മൾ പറഞ്ഞു, കേരളത്തിൽ 106 ഒഴിവുകളാണുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലല്ലാതെ പുറത്ത് പോകാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം ഈ ഒരൊറ്റ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് അവർ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ PDF കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് വ്യക്തമാകും. ഇനി വ്യക്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ യോഗ്യതയാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം, മുകളിലുള്ള അപ്ലൈ ഓൺലൈൻ ഫോർ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ്സ്കേപ്പ് ആയിട്ട് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മൾ മൊബൈൽ നേരെ കുത്തനെ പിടിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ മൊബൈലിൽ നമ്മൾ ഈ ലിങ്ക് നോക്കുമ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഫോണിൽ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ കുത്തനെയാണല്ലോ സാധാരണ ഫോൺ പിടിക്കുക. അപ്പോൾ അങ്ങനെ പിടിച്ച് നോക്കിയാൽ അത് വരുന്നില്ല. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ട് ഇങ്ങനെ കിടത്തി പിടിച്ച് അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളത് വരുന്നത്. ഒരു പക്ഷേ കമ്പ്യൂട്ടറിലൊന്നും അതിൻ്റെ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ടാവില്ല, മൊബൈലായതുകൊണ്ടാവും അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ യോഗ്യതരാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.